തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ എല്ലാ ശക്തിയോടും കൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പേരാവൂരിൽ ഒരു അട്ടിമറി വിജയമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് CPM. അതിനുവേണ്ടി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നു. ടീച്ചറെ വീണ്ടും ആറളത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണം CPM ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇത്തവണ ആറളംകാർക്കും പേരാവൂരുകാർക്കും നൽകാനുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെ? തീർച്ചയായിട്ടും ഈ ഫാമിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് എത്രയോ തവണ ഇവിടെ വരികയും ഇവരുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അന്നായിരുന്നു ഈ ഫാമിലെ 3000 ഏക്കർ ഭൂമി ആദിവാസി ജനസമൂഹത്തിന് കൊടുക്കാനുള്ള പുനരധിവാസ പ്രക്രിയ ഭൂവിതരണ പ്രക്രിയ നടന്നിരുന്നത്. മാത്രമല്ല AK ബാലനായിരുന്നു ഈ വകുപ്പ് മന്ത്രി. അപ്പൊ ഈ 3000 ഏക്കർ വീതിച്ചു കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഭൂമി അളന്ന് തിരിച്ച് ലോട്ടിട്ടിട്ടാണ് ഓരോരുത്തർക്കും വരുന്ന ലോട്ടനുസരിച്ചാണ് ഭൂമി കിട്ടിയത്. ചിലർക്ക് നല്ല ഫലഭൂയിഷ്ടമായ കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലം കിട്ടി, ചിലർക്ക് കിട്ടിയത് അത്ര കൃഷി ഇല്ലാത്ത പ്രദേശമായിരുന്നു. എന്നാലും എല്ലാവർക്കും വീതിച്ചു നൽകി. 1500-ലേറെ ആളുകളെ അന്ന് തന്നെ പുനരധിവസിപ്പിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പോ പുനരധിവാസം നടത്തുമ്പോൾ ഞങ്ങളൊരു പ്ലാനിംഗ് ഉണ്ടാക്കിയിരുന്നു. എല്ലാവർക്കും വീട്, അവിടെ വൈദ്യുതി എത്തണം, വെള്ളം എത്തണം. അതും ഈ 3000 ഏക്കറിലേക്ക് എത്തിക്കുക എന്നുള്ളത് സാഹസികമായ ജോലിയായിരുന്നു. പക്ഷെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടാണ് ആ ഗവൺമെന്റിന്റെ കാലം അവസാനിച്ചത്. ഇവിടെ ഭൂമി കിട്ടി താമസം തുടങ്ങുമ്പോൾ ഇവരെ അലട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ശല്യം തന്നെയാണ്. പ്രത്യേകിച്ച് അപ്പുറത്ത് ഫോറസ്റ്റ് ആണ്. അതിന്റെ അടുത്ത് നിന്ന് കാട്ടാന ഇറങ്ങി വരികയാണ്. തെങ്ങൊക്കെ ചവിട്ടി പൊട്ടിച്ച് നാശം ഉണ്ടാക്കുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ആദ്യം മനുഷ്യരെ ആക്രമിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ആന മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് അടക്കം വരാനും മനുഷ്യരെ ആക്രമിക്കാനും തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. ഞാൻ അന്ന് MLA ആയപ്പോൾ തന്നെ വിദഗ്ധരെയെല്ലാം വിളിച്ചിരുത്തി ഇതിന് പരിഹാരം എന്താണ് എന്നുള്ള ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഒറ്റ പരിഹാരം ആർക്കും നിർദ്ദേശിക്കാനില്ല. കാരണം ഫോറസ്റ്റിന്റെ അതിർത്തിയാണ്. ഫെൻസിംഗ് ഉണ്ടാക്കുക, ഇലക്ട്രിക് ഫെൻസിംഗ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ആ ഫെൻസിംഗ് ഒക്കെ ആന തകർത്ത് കളയുന്നു. പിന്നീട് പറഞ്ഞു വലിയ ട്രെഞ്ച് ഉണ്ടാക്കിയാൽ കുഴിച്ചു വെച്ചാൽ വരില്ല. പക്ഷെ ട്രെഞ്ച് കുഴിച്ചപ്പോൾ അതെല്ലാം ചവിട്ടി തോർത്തിട്ട് ആന പിന്നെയും വരുന്നു. അപ്പോഴാണ് ഈ ആന മതിലിന്റെ കാര്യം ചിലർ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഏറ്റവും സമ്മതമായിട്ട് തോന്നിയിട്ടത് ആന മതില. വലിയ തർക്കം ഉണ്ടായിരുന്നു, ആന മതിൽ കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പ്രായോഗികമായി ചിന്തിച്ചു നോക്കുമ്പം നല്ല കട്ടിയായിട്ട് ആനമതിൽ ഉണ്ടാക്കിയാൽ കുറെ ആശ്വാസമുണ്ട്. എവിടം വരെ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. എങ്ങേ അറ്റത്ത് പോയിട്ട് ആന ഇറങ്ങി വരും. എങ്കിലും ഈ ജനവാസ മേഖലയിൽ മുഴുവൻ ആനമതിൽ നിർമ്മിക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. 2 കോടി രൂപ അന്ന് പാസ്സാക്കി. അന്ന് കിഫ്ബി ഒന്നുമില്ല. 2 കോടി വലിയ തുകയാണ്. ആ 2 കോടിക്ക് ആനമതിൽ നിർമ്മാണം തുടങ്ങി. പക്ഷെ പിന്നീട് UDF ഗവൺമെന്റ് വന്നപ്പോൾ ആ 5 വർഷക്കാലം ഒന്നും ചെയ്തില്ല. ഒരു കാര്യവും അവർ ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് കുറെ അധികം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാനും ദ്രോഹം ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. 2016 LDF ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും 29 കോടി രൂപ ആനമതിൽ നിർമ്മാണത്തിന് അനുവദിക്കുകയും വേഗം പൂർത്തിയാകേണ്ടതുകൊണ്ട് ULCCSനെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ UDFകാർ കോടതിയിൽ പോയി ULCCSന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി. പിന്നെ അത് കേസും വഴക്കും ഒക്കെയായി ആനമതിൽ നിർമ്മാണം നീണ്ടുപോയി. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടുത്തെ MLAക്ക് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് പരിഹരിക്കുന്നതിന് പകരം ആ കേസുമായി നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഈ നാട്ടുകാർക്ക് അറിയാം. അപ്പോൾ ആ കേസെല്ലാം തീർന്ന് ആനമതിൽ നിർമ്മിച്ചു വരുമ്പോഴേക്കും പിന്നെയും സമയം പോയി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇവിടെ എനിക്ക് ഒരു അവസരം തന്നാൽ അന്ന് 2006-11 തുടങ്ങി വെച്ച ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ അന്ന് ഈ പാവപ്പെട്ട ജനസമൂഹത്തിന് ജീവിക്കാൻ വേണ്ടി നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന്റെ ആടിനെയും കോഴിയും ഒക്കെ വിതരണം ചെയ്തിരുന്നു. പക്ഷെ നമ്മളത് പശുവിനെ വിതരണം ചെയ്തിരുന്നു. നല്ല പശുക്കളായിരുന്നു. അത് തുടരാൻ സാധിച്ചിട്ടില്ല. അപൂർവം ചിലയിടത്തേ ഇപ്പോൾ അത് ബാക്കിയുള്ളൂ. ഇനി ഇവിടെ വരികയാണെങ്കിൽ ഇത്തരം പദ്ധതികൾ സുസ്ഥിരമായി നിൽക്കാൻ പാകത്തിന് കൃഷി വകുപ്പും മറ്റും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും വിളിച്ചുകൂട്ടി കൂട്ടു സംരംഭങ്ങളടക്കം ഉണ്ടാക്കണം. എന്നിട്ട് വേണം ഇവരുടെ ജീവിതം സുസ്ഥിരമാകാൻ. അപ്പോൾ അതിനുള്ള പദ്ധതി മനസ്സിലുണ്ട്. വന്യമൃഗശല്യം അവസാനിപ്പിക്കുക, ആനമതിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതിയും മനസ്സിലുണ്ട്. ടീച്ചറിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം, അതായത് ടീച്ചറെ ഇത്തരത്തിൽ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മണ്ഡലത്തിലേക്ക് വിട്ടത്. സത്യത്തിൽ ഈ ഇത്തരത്തിൽ ടീച്ചർ ഉള്ളപ്പോഴാണ് ഈ മണ്ഡലം ഈ ഇടതിനൊപ്പം ചേർന്നത്. ഈ പ്രത്യേക ദൌത്യവുമായി ഇങ്ങനെ വരാൻ കാരണം? അതെ, എന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ. ആ പാർട്ടി എന്നെ ഒതുക്കുന്നു എന്ന് അവർ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഞാനൊരു സാധാരണ ശൈലജയായിരുന്നില്ലേ. ഇതാണ് എന്റെ ജന്മനാട്. പായം പഞ്ചായത്തിലെ മാടത്തിലാണ് ഞാൻ ജനിച്ചത്. സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ച ഒരാളല്ലേ. രാഷ്ട്രീയ പശ്ചാത്തലം മാത്രമേ എനിക്ക് മുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ എന്നെ കൈപിടിച്ചുയർത്തി MLA ആക്കി, മന്ത്രിയാക്കി, 2 തവണ പാർട്ടിയുടെ ഏറ്റവും
സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. 2 തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ മത്സരിച്ച് 2 തവണ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തു. 1 തവണ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലത്തിൽ പരാജയം ഉണ്ടായി ചെറിയ വോട്ടിന്. അപ്പൊ എന്റെ പാർട്ടി എന്നെ ഒതുക്കാനാണെങ്കിൽ മത്സരിപ്പിക്കാതിരുന്ന പോരെ. അപ്പൊ ഞാൻ ഈ ലിസ്റ്റിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞത് പാർട്ടിയാണ്. പിന്നെ 2 ടേം തുടർച്ചയായി മത്സരിച്ചവര് ആ കോൺസ്റ്റിറ്റ്യുവൻസി വളരെ ശക്തമാണെങ്കിൽ, ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിൽ തുടരേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ മട്ടന്നൂർ എനിക്ക് തുടരാൻ പറ്റില്ല. അവിടെ യൂത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് സനോജ് മത്സരിക്കുകയാണ്. സനോജ് അവിടെ മത്സരിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനും കൂടി വേണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടാണല്ലോ പേരാവൂർ ടീച്ചർ മത്സരിച്ച് ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പേരാവൂർ നിയോഗിച്ചത്. പാർട്ടിക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി ആ മത്സരം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് തന്നെ ജയിപ്പിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആരോഗ്യം, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ട്. ഇനി ഒരു 3ാം പിണറായി സർക്കാർ ഉണ്ടാകുകയാണെങ്കിൽ ടീച്ചറിന് വ്യക്തിപരമായി എന്തായിരിക്കും പ്രപ്പോസ് ചെയ്യുക? ഞാനിപ്പോ മത്സരിക്കുന്നത് പേരാവൂര് MLA എന്നുള്ള നിലയിൽ തെരഞ്ഞെടുക്കപ്പെടാനാണ്. 140 മണ്ഡലത്തിലെ MLA-മാരും ഇപ്പോൾ ആ മണ്ഡലം വിജയിച്ച് MLA ആവുകയാണ്. മറ്റത് രണ്ടാമത്തെ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഭൂരിപക്ഷം പാർട്ടിക്കും മുന്നണിക്കും കിട്ടിയാൽ ആ സമയത്ത് മാത്രമേ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയുള്ളൂ. ഒരു പാർട്ടി മെമ്പർ കൂടിയാണ്, മുതിർന്ന ഒരു അംഗം കൂടിയാണ്. അപ്പോൾ പാർട്ടി കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? അതായത് ഇനിയൊരു ഗവൺമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങളിലായിരിക്കണം സർക്കാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ള അത് ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, സ്ത്രീകളുടെ ഉന്നമനത്തിനായി കുറെ കൂടി കാര്യങ്ങൾ ചെയ്യണം. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളെയും ഏണിംഗ് മെമ്പറാക്കിയിട്ട് മാറ്റണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ ഗിരിവർഗ മേഖലയിലും തീരദേശത്തുമുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെടണം. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ പറഞ്ഞല്ലോ, അവരുടെ പാർപ്പിടങ്ങളും ആവാസ വ്യവസ്ഥ കേന്ദ്രങ്ങളും ഏറ്റവും ഹൈടെക് ആയിട്ട് മാറണം എന്നുള്ളതാണ്. അതിന് പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കണ്ടെത്താനുള്ള വിജ്ഞാന കേരളം പദ്ധതി കൂടുതൽ വേഗതയിൽ കൊണ്ടുപോകണം. ആരോഗ്യമേഖലയിൽ തുടങ്ങിവെച്ച പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കുകയും കുറെ കൂടി ആ രംഗത്തേക്ക് നേട്ടമുണ്ടാക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഒരുപാട് നന്ദി അമൃത ന്യൂസിനോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഇത്തവണ ഒരു അട്ടിമറിയിലൂടെ പേരാവൂർ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ CPM നേതൃത്വത്തിനുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.